Good evening, it's two books on stage right now on this 43rd Sharjah International Book Fair. Chronicles of the Dead, Adhibi Arun, and the next book is Polymorphs, Dr. Tessie Ronnie. So these books are here at the Green Book Stall. So Chronicles of the Dead. The next book is by Dr. Tessie Ronnie, Polymorphs. Obviously, when I just got this book in my hand 5 minutes back. So the word meaning of polymorphs is the war between the birth, life and death. So that's the word meaning of polymorphs. So it's almost same subject. അപ്പോൾ ഇത് സംഭവിക്കേണ്ടതായിരുന്നു, ഇങ്ങനെ രണ്ട് പുസ്തകങ്ങൾ ഒരുമിച്ച് ഇവിടെ സംഭവിക്കേണ്ടതായിരുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ പുസ്തക പ്രകാശനത്തിനായി എത്തിയിരിക്കുന്നത് ഈ ക്രോണിക്കിൾസ് ഓഫ് ഡെഡിന്റെ ഫോർവേഡ് രചിച്ചിരിക്കുന്ന സുധീര ടീച്ചർ തന്നെയാണ് എന്നത് ആണ് ഈ നിമിഷത്തിന്റെ ഏറ്റവും ഭംഗി. മറ്റൊരു വ്യക്തി കൂടി ഇവിടെ സാന്ദർഭികവശാൽ എത്തിയിരിക്കുന്നു. മലയാളി എവിടെയുണ്ടോ ഈ പേരുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് ഇദ്ദേഹം എത്തിയത്. ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുവാൻ വളരെ എളുപ്പമാണ്. ആ വിലാസം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് പാരമ്പര്യമായിട്ടാണ് എന്നതുകൊണ്ട് അത് സ്വന്തം ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് നടക്കുന്നു എന്നതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. മലയാളി എവിടെയുണ്ടോ, മലയാളി എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം കേൾക്കുന്ന, നമ്മളെല്ലാവരും പറയുന്ന ആ പേര് 1975 ഒക്ടോബർ മാസം ആ മഹാനായ കാരണവർ രാഘവപറമ്പിൽ വീട്ടിൽ നിന്നും ഇല്ലാതായിട്ടും നാളെ ഇന്നുവരെയും ഈ നിമിഷം വരെയും മലയാളി ആ പേര് ഓർത്തുകൊണ്ടേയിരിക്കുന്നു. രാഘവപറമ്പിൽ തറവാട്ടിലെ, ചേർത്തലയിലെ ആ തറവാട്ടിലെ വയലാർ രാമവർമ്മയുടെ ആ തറവാട്ടിലെ ഇളമുറക്കാരനായ ചിന്ന വയലാർ ശരത്ചന്ദ്രവർമ്മ. Polymorphs by Dr. Tessie Ronnie. Thank you. പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം ബഷീർ കുട്ടി സാറിനെയും അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട വയലാർ സാറിനെയും ഒക്കെ കിട്ടിയതിൽ ശരിക്കും നമുക്ക് ഭാഗ്യമാണ്. ഡോക്ടർ ടെസ്സിയുടെ കഥയും യുദ്ധലോകത്തെ മരണവുമായിട്ടുള്ള പോരാട്ടമാണ്. അവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ യുദ്ധരംഗത്ത് ജോലി ചെയ്ത അവരുടെ ഈ പുസ്തകം നമ്മളെല്ലാവരും വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതിഥിമോൾക്കും അവരുടെ കുടുംബത്തിനെല്ലാം നന്മയേക്കാൾ വലിയ നന്മ നടന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ ക്രോണിക്കിൾസ് ഓഫ് ദ ഡെഡ് എന്ന് പറയുമ്പോൾ തന്നെ പണ്ടൊരു പുസ്തകമുണ്ട്, ലൈഫ് ആഫ്റ്റർ ഡെത്ത് വായിച്ചിട്ടുണ്ട്. ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നൊരു പുസ്തകം. അത് ഇതുപോലെ അത് കുറേ പേരിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് ജീവിതത്തിലേക്ക് അത് മരിച്ചു കഴിഞ്ഞ് തിരിച്ച് ജീവിതത്തിലേക്ക് മരിച്ചു എന്ന് വിചാരിച്ചിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നവരെ അവരോട് ചോദിച്ച് ഇന്റർവ്യൂ ചെയ്ത് എഴുതിയ ബുക്ക്. അപ്പം എല്ലാവരും പറയുന്നത് പെട്ടെന്ന് വളരെ വേഗത്തിൽ നമ്മൾ ഒരു ഇരുട്ടിൻ്റെ തുരങ്കത്തിലൂടെ നടന്ന് പാഞ്ഞു പോയിട്ട് പെട്ടെന്ന് വെളിച്ചത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ കണ്ട മനസ്സിലുണ്ടായിരുന്ന ആ വെളിപ്പെടുത്തൽ. പക്ഷെ അത് രണ്ടാമതേപോലെ സൈക്കോളജിസ്റ്റ് ഓരോക്കെ പറഞ്ഞിരുന്നത് ജനന സമയത്തുണ്ടാകുന്നൊരു ഫീഡ്ബാക്കാണ്. നമ്മൾ ഇരുട്ടത്ത് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നിട്ട് നമ്മൾ പെട്ടെന്ന് വെളിച്ചത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത് അതവിടെ ഫീഡ് ചെയ്ത് കിടന്നതിൻ്റെ ഒരു രണ്ടാം ജന്മമാണെന്നാണ് പറയുന്നത്. എന്തോ നമുക്കറിയത്തില്ല. നമ്മളത് വായിക്കണം പുസ്തകങ്ങൾ. ഇത് വളരെ സത്യമായ കാര്യമാണ്. കാര്യം മലയാളത്തിൽ പറഞ്ഞാൽ എളുപ്പം പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി മരിക്കാനും തയ്യാറാണെന്ന് നമ്മൾ പറയുന്നത്. ജീവിതവും മരണവും തമ്മിൽ എപ്പോഴും യുദ്ധമാണ്. ജീവിക്കാൻ നമ്മൾ തയ്യാറാവും, മരണം കൊണ്ടുപോകാൻ തയ്യാറാവും. ആ ഇടയ്ക്കുള്ള യുദ്ധമാണെന്ന് തോന്നുന്നത്. പലരും യുദ്ധകളമില്ലാത്ത, പ്രത്യേകിച്ച് ഒരു കുരുക്ഷേത്രഭൂമി ഇല്ലാത്ത യുദ്ധമാണുള്ളത്. രണ്ടുപേർക്കും എല്ലാ ആശംസകളും. ഞങ്ങള് സൈക്കോളജിസ്റ്റുകള്, എസ്പെഷ്യലി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകള്, സൈക്യാട്രി പഠിക്കുന്ന വ്യക്തികള് സാറിന് ഡെത്തിനെ 3ആയിട്ട് നിർവചിക്കാറുണ്ട്. സൈക്കോളജിക്കൽ ഡെത്ത്, ഫിസിക്കൽ ഡെത്ത് ആൻഡ് സോഷ്യൽ ഡെത്ത്.
ഈ മൂന്ന് കാര്യങ്ങൾ, ഈ മൂന്ന് തരത്തിലുള്ള മരണവും ഞങ്ങൾ ഡിഫൈൻ ചെയ്തത് മരണത്തോട് അടുക്കുന്ന ഒരാളിനാണ്. ഫോർ എക്സാമ്പിൾ, ഒരു 40 വയസ്സുള്ള ആള് അല്ലെങ്കിൽ 30 വയസ്സുള്ള ആള് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾ സൈക്കോളജിക്കൽ ഡെത്തിലൂടെ എനിക്ക് കടന്നു പോകും. മനസ്സുകൊണ്ട് അയാൾ ജീവിതം അവസാനിപ്പിച്ച രീതിയിൽ, അത് കുറെ രീതിയിൽ അങ്ങനെ പോകും. സോഷ്യൽ ഡെത്ത് എന്ന് പറയുമ്പോൾ അന്ന് വരെയുള്ള സാമൂഹ്യ ബന്ധങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സമൂഹത്തിൽ നിന്ന് വിട്ടുമാറി ബന്ധുക്കളും നാട്ടുകാരും കൂട്ടുകാരും ഒന്നും വേണ്ട എന്നുള്ള, അപ്പൊ അവിടെ സോഷ്യൽ ഡെത്താണ് അവിടെ സംഭവിക്കുക. മൂന്നാമത്തെ ഫിസിക്കൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിനിക്കലി സെസേഷൻ ഫ്രം ദി ബ്രീത്തിങ് ഇല്ലാതെ ഹാർട്ട് ബ്രെയിനുമായിട്ടുള്ള ബന്ധം നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ക്ലിനിക്കലി ഡെത്ത് എന്ന് പറയുന്നതാണ് സാധാരണ ഡോക്ടർമാർ ഡെത്ത്. അത് ഫിസിക്കൽ ഡെത്ത്. പക്ഷെ 3 തരം ഡെത്ത്. പിന്നെ ഈ പലതരത്തിലുള്ള പല ബുക്കുകളുണ്ട്. ഇത് മരണാനന്തര ജീവിതമുണ്ട്. അതുപോലെ തന്നെ സാർ പറഞ്ഞൊരു, ഞാൻ പെട്ടെന്ന് പറഞ്ഞ ആ ബുക്കിന്റെ പേര്, മരണത്തിലേക്ക് പോകുന്ന സമയത്തുള്ള ലൈഫ് ആഫ്റ്റർ ഡെത്ത്. അങ്ങനെയുള്ള കുറെ ബുക്കുകളും പല ക്ലൈംസും ഉണ്ട്. പല ആളുകളും മരിച്ചിട്ട് ജീവിച്ചിട്ട് മരണം ഞങ്ങൾ കണ്ടു എന്ന് പറയുന്ന വ്യക്തികളുണ്ട്. പക്ഷെ അവരുടെയൊക്കെ മനസ്സ് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ മിക്കവാറും എന്താ സംഭവിക്കുക, ഒരു വ്യക്തിയുടെ ജീവിത അനുഭവമാണ്, ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അറിവാണ് പലപ്പോഴും ഈ സമയത്ത് അവിടെ അബോധ മനസ്സിൽ കൂടിക്കൊണ്ടിട്ട് അത് വരുന്നത്. മോളിക്കുലർ ഡെത്ത് അല്ല, മോളിക്കുലർ ഡെത്ത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇതാണ്, ഈ ക്ലിനിക്കൽ ഡെത്തിനകത്തുള്ള അതാണ് സംഭവം എനിക്ക് തോന്നുന്നു. കെമിസ്ട്രിയിൽ അവര് പറ്റുന്നത് വലിയ വലിയ രാഷ്ട്ര നേതാക്കൾ മരിക്കുമ്പോൾ ക്ലിനിക്കൽ ഡെത്ത് കഴിഞ്ഞാലും ഡിക്ലെയർ ചെയ്യില്ല. മോളിക്കുലർ ഡെത്തിന് വേണ്ടി അത് സെലിബ്രേറ്റ് രീതിയിൽ അവർക്ക് സമയ സന്ദർഭം വെച്ചിട്ട് പറയാൻ വേണ്ടി പിന്നെ ആൾക്കാരെ കൈകാര്യം ചെയ്യാനുള്ള അതേ ഉള്ളൂ. ക്ലിനിക്കൽ ഡെത്ത് ഡിക്ലെയർ ചെയ്തില്ല. അതിന് പ്രത്യേക സമയ സന്ദർഭമുണ്ട്. പിന്നെ പല സന്യാസിമാരുടെ കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ന സമയത്ത് മരിക്കുമെന്ന് പറയുന്ന വ്യക്തി നേരിട്ട് മരിച്ചുപോയി, അതുവരെ സൂക്ഷിക്കും, മരിച്ചില്ല എന്ന് വെളിയിൽ അറിയിക്കില്ല. അത് മോളിക്കുലർ ഡെത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതാണ് മോളിക്കുലർ ഡെത്ത്. ഈ ക്രൗഡിനെ സ്വാതന്ത്ര്യപ്പെടുത്തുന്ന ആണ് മോളിക്കുലർ ഡെത്ത്. വേദിയിലിരിക്കുന്ന ശരത് സർ, സുധീര ടീച്ചർ, ഡോക്ടർ, പ്രിയപ്പെട്ട കൊച്ചുമകൾ അതിഥി എന്ന വലിയ എഴുത്തുകാരി, പിന്നെ ഞങ്ങളുടെ നാട്ടുകാരിയായ ടീച്ചർ, ഇവിടെ വന്ന് കണ്ടുമുട്ടിയതല്ല എങ്കിലും ഞങ്ങൾ അയൽക്കാരാണെന്ന് തിരിച്ചറിവുണ്ടായി. ചില കണ്ടുമുട്ടലുകൾ നിമിത്തങ്ങളാണ്. അത്തരം ഒരു കണ്ടുമുട്ടലായിട്ടാണ് ഞാൻ ഈ ഒരു ഇടം മനസ്സിലാക്കുന്നത്. ഷാർജ എന്ന വലിയൊരിടത്തിൽ നമ്മൾ വന്നെത്തുമ്പോൾ ബന്ധങ്ങൾക്ക് അകലം കുറയുന്നു, സ്നേഹങ്ങൾക്ക് അടുപ്പം കൂടുന്നു. ശരത് സാറിനെ പോലുള്ള, സുധീര ടീച്ചറെ പോലുള്ള, അതിഥിയെ പോലുള്ള ജനങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ എന്റെ പോളിമോസ്, ദ വോർ ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത് എന്നുള്ളത് എവിടെയാണെന്നും ഞങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയത് ഒരേ പാതയിൽ സഞ്ചരിക്കുന്ന വ്യക്തികളായിട്ടാണെന്നും മനസ്സിലാവുമ്പോൾ അതീവമായ ചാരിതാർത്ഥ്യമുണ്ട്. ഇങ്ങനെ ഒരു വേദി തന്നതിന് ഈ കുടുംബത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇവിടുത്തെ ഈ മണ്ണിൽ ചവിട്ടി നിൽക്കാനും ഈ ഒരു ഇടം അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് വിരാജിക്കുന്നതിനുള്ള അവസരമാക്കി തന്നതിനും ഇവിടുത്തെ രാജാവിനോട് ഞാൻ അതീവ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.